ഇന്നത്തെ യാത്ര കളമശ്ശേരിയിൽ നിന്ന് അങ്കമാലി, ചാലക്കുടി, അതിരപ്പള്ളി, മലക്കപ്പാറ വഴി ഷോളയാർക്കാണ്. അതിരപ്പള്ളി കഴിഞ്ഞ് ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒന്ന് നിർത്തി വണ്ടി. അപ്പോഴാണ് എനിക്കൊന്ന് ക്യാമറ ഓൺ ചെയ്യാൻ തോന്നിയത്. ഞങ്ങൾ ജനുവരി ഫസ്റ്റ് വീക്കാണ് ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ തീരെ വെള്ളമില്ല. ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ മഴക്കാലത്താണെങ്കിൽ നന്നായി വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ അവിടെ പുതിയ പാലം പണിതിട്ടുണ്ട്. ഞാൻ ഈ പാലം പണിതിട്ട് ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത്. കളമശ്ശേരിയിൽ നിന്ന് അപ്പർ ഷോളയാർക്ക് ഏകദേശം ദൂരം 120 കിലോമീറ്ററാണ്. 4-5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. ഷോളയാർ ഡാം എന്ന് പറയുമ്പോൾ 2 ഡാമുകളുണ്ട്. അപ്പർ ഷോളയാർ ഡാമും ലോവർ ഷോളയാർ ഡാമും. ഇതിൽ ലോവർ ഷോളയാറാണ് കേരളത്തിലുള്ളത്. അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ്, വാൽപ്പാറയ്ക്കടുത്തായിട്ട്. അപ്പം ഞങ്ങൾ കണ്ടത് അപ്പർ ഷോളയാർ ഡാമാണ്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. വാൽപ്പാറ എന്ന് പറഞ്ഞിട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. സ്റ്റേ ചെയ്തത് ഷോളയാറായിരുന്നു. പിന്നെ ഇപ്പോൾ വാൽപ്പാറയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് അപ്പർ ഷോളയാർ ഡാം. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഈ ഡാമിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചയാണിത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ ഷോളയാർ ഡാം പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അടച്ചിട്ടേക്കായിരുന്നു. മഴക്കാലമല്ലാത്ത കാരണം ഇതിൽ തീരെ വെള്ളമില്ല കേട്ടോ. മൺസൂൺ സീസണിൽ വാൽപ്പാറയിൽ മഴ ഗംഭീരമാകുമ്പോൾ അപ്പർ ഷോളയാർ ഡാം തുറക്കും. ലോവർ ഷോളയാർ ഡാമിലേക്കാണ് അപ്പോൾ വെള്ളം പോണത്. അവിടെ നിന്ന് പെരിങ്ങൽകുത്ത് അങ്ങനെ ചാലക്കുടി പുഴയിലേക്കാണ് ഇവിടെ നിന്നുള്ള വെള്ളം പോണത്. ഡാമിൻ്റെ താഴെ നിന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ മുകളിലെത്തി. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഷോളയാർ ഡാം കേരളത്തിലാണെന്നാണ്. ഇപ്പോഴാണ് ഇങ്ങനെ അപ്പർ ഷോളയാറും ലോവർ ഷോളയാറും ഉണ്ട് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ലോവർ ഷോളയാറാണ് കേരളത്തിലുള്ളത്. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു ഗേറ്റ് വരെയാണ് നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് കടത്തില്ല. താഴെ കണ്ട പാർക്കിൻ്റെ അതങ്ങോട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷേ അവിടേക്കും ഇവിടെ നിന്ന് ആരെയും കടത്തി വിടുന്നില്ല. എനിക്ക് തോന്നുന്നു ആ പാർക്ക് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. റോഡ് സൈഡിൽ ഇങ്ങനെ കുറച്ച് ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ റിസർവോയറിൻ്റെ ഒരു ഭാഗം, അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയും കണ്ടു. അതിൻ്റെ അടുത്തൊരു ചെറിയ അമ്പലം. ആ വഴി കൂടെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. മഴക്കാലമാണെങ്കിൽ ഇവിടെ നിറയെ വെള്ളമായിരിക്കും, നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ നിൽക്കുമ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ടാണ് ഈ കേൾക്കണത്. ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ അടുത്തുള്ള ഒരു റോട്ടിൽ കൂടെ അങ്ങനെ നടന്നു. അപ്പോൾ ചെറിയ ചെറിയ വീടുകളാണ് ഒരു സൈഡിൽ. ഈ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു പൂവ് നിറച്ചുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നിട്ട് ഇതിൻ്റെ ഒരു കമ്പൊക്കെ കൊണ്ടുപോകുന്നു ഞങ്ങൾ. അവരോട് ചോദിച്ചിട്ട് അവർ തന്നു തന്നെയാണ്. പക്ഷേ വീട്ടിൽ നട്ടിട്ടുണ്ടായോ എന്നറിയില്ല, പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കതും പിടിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകണത് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി നടുമ്പോൾ
ഉണ്ടാവുന്നില്ല. അവിടുത്തെ ക്ലൈമറ്റ് എന്തായാലും വ്യത്യാസമാണല്ലോ. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോണത് കാന്തല്ലൂർക്കാണ്. അവിടുത്തെ ശർക്കര ഉണ്ടാക്കണതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണ വഴിക്ക് ഒരു പച്ചപ്പും ഹരിതാഭിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടൊന്ന് ഇറങ്ങി നിന്നൊരു സ്ഥലത്തെ വ്യൂ ആണത്. വളഞ്ഞ പൊളഞ്ഞ വഴി കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പ്രകൃതി അതിൻ്റെ സൗന്ദര്യം നമുക്ക് തുറന്ന് കാണിക്കണുണ്ട്. അത് ആസ്വദിക്കാൻ നമ്മൾ തയ്യാറായ ആ യാത്ര നല്ല സുന്ദരമായിരിക്കും. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത ചെക്ക് പോസ്റ്റാണിത്. കാന്തല്ലൂർ ഭാഗത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളിത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാന്തല്ലൂർ ചെറിയൊരു ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയത്. ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് മാത്രം കയറി ശർക്കര ഉണ്ടാക്കുന്നത് കണ്ടു. അവിടുന്ന് കുറച്ച് വാങ്ങി, അങ്ങനെയാണ് ഉണ്ടായത്. അന്ന് കുറച്ച് വീഡിയോ എടുത്തതിൽ ചില ക്ലിപ്പിങ്സ് എൻ്റെ നിന്ന് പോയി. ഈ കരിമ്പ് ഈ മെഷീനിലിട്ട് ജ്യൂസ് ആക്കണതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ നിന്ന് മിസ്സായിട്ടാണ്. ഈ കരിമ്പെടുത്ത് വലിയൊരു മെഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ നീരെടുക്കണം. പിന്നെ അത് ഇങ്ങോട്ട് മാറ്റി ഈ ഒരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് കുറേ നേരം ഇളക്കിയിട്ടാണ് ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ കരിമ്പിൻ്റെ ചണ്ടിയാണ് ഇത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് ശർക്കരയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോണത് മറയൂർ ചന്ദനക്കാടിൻ്റെ നടുവിലൂടെയാണ്. ഈ ചന്ദനക്കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കാണാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. റോഡിൻ്റെ 2 സൈഡിലും നിൽക്കുന്ന ചന്ദന മരങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആരെയും കടത്തില്ല എന്ന് മനസ്സിലായി. കേരളത്തിൽ പ്രകൃതിദത്തമായി ചന്ദനം വളരുന്ന ഒരേ ഒരു സ്ഥലമാണിത്. ഇവിടെ ആയിരക്കണക്കിന് ചന്ദന മരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി കുറച്ച് നേരം ഇവിടേക്കൊന്ന് നിന്നു. ഞങ്ങളിവിടെയുള്ള നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ചന്ദനത്തൈ വാങ്ങിക്കൊണ്ടുപോയിരുന്നു. ഈ യാത്രയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകളെ സ്നേഹിച്ച് പ്രകൃതിയെ ചേർത്ത് പിടിച്ച് ചെറിയ സന്തോഷങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ. യാത്രകൾ അവസാനിക്കണില്ല. അവ നമ്മോടൊപ്പം ഓർമ്മകളായി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു യാത്രാവിശേഷമായിട്ട് പിന്നെ വരാട്ടാ. ഓക്കെ, ബൈ, താങ്ക് യു.